ഉണ്ടായിരുന്നു. ആ സമയത്ത് തുടങ്ങിയ യൂട്യൂബാണ്. അൽഹംദുലില്ലാ 1,00,000 സംതിങ്ങോളം സബ്ബായി അത്യാവശ്യം. പിന്നെ നമ്മൾ പ്രോപ്പർലി കണ്ടന്റിലേക്ക് മാറിയപ്പോഴാണ് അത് ഞാൻ ഫാമിലി ആയിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് റീച്ച് ആയിട്ടോ. ഞാൻ അറിയില്ലേ, അറിയോ എങ്ങനെയാണ് യൂട്യൂബിന്റെ റവന്യൂ അറിയോ? കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അത് അറിഞ്ഞോളന്നില്ല. കാരണം ഇപ്പോൾ 1,00,000 വ്യൂ അയക്കാനായിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച ഞാനത് 1000 പടങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ജസ്റ്റ് വെറുതെ അത് എന്താണെന്ന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വെറും 7 തന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ആകുമ്പോൾ അവസാനം യൂട്യൂബിനെ പറ്റി പറയുന്ന വീഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ യൂട്യൂബിന് ഓണ് എത്ര വാങ്ങി ആ വരുമാനവും കാര്യങ്ങളും 1,00,000 വ്യൂസിന് എത്ര വരുമാനം കിട്ടും അതൊക്കെ ഉണ്ട് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള്ളായി കാണട്ടെ. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും ഷെയർ അടിക്കാനും മറക്കരുത്. അപ്പം വീഡിയോ നമ്മള് ഇതുപോലെ ഒരു മീറ്റപ്പ് എല്ലാവരും കൂടി ഒരുമിച്ച്, എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല, ഏകദേശം നമ്മള് തല്ലുമാല ഗ്രൂപ്പിൽ 140ഓളം മെമ്പേഴ്സ് ഉണ്ട്. നമ്മളിവിടെ പങ്കെടുത്തിട്ടുള്ള ഏകദേശം ഒരു 40 സംതിങ്ങോളം യൂട്യൂബേഴ്സ് മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഏകദേശം 2 വർഷത്തോളമായിട്ട് ഇത്രയും ആളുകൾ വെച്ചിട്ടൊരു മീറ്റപ്പ് 2ാം പ്രാവശ്യമാണ്. പിന്നെ നമ്മൾ ഹിമയിലൊക്കെ വെക്കാറുണ്ട്. ഇൻഷാല്ലാ ജൂണിലാണ് ഹിമയിൽ തോന്നുന്നത് അല്ലേ. അതൊരു ചാരിറ്റി പരമായിട്ടുള്ള ഒരു മീറ്റപ്പാണ്. ഇൻഷാല്ലാ അതിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാടൊന്നും ഞാൻ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല. ഏകദേശം നമുക്ക് ഏകദേശം പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരെ വിളിക്കാം. പരസ്പരത്തില് പരിചയമില്ലാത്ത ആളുകളുണ്ട് അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആൾക്കാരില്ലേ, എല്ലാവരും അറിയണം. കാരണം നമ്മള് ഓരോരുത്തരുടെ ശബ്ദം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യല് കേൾക്കല്. ഇപ്പൊ പലരുടെയും വീഡിയോസ് ഒന്നും ഒരു പക്ഷെ നമ്മള് ലിങ്ക് ഇടുമ്പോഴൊന്നും ആരും കാണലില്ല എന്നുള്ള സത്യം അല്ലെ. കാണലുണ്ടോ നമ്മളെ യൂട്യൂബിൽ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും കൊടുത്തിടുമ്പോ അല്ലെ? പൊതുവെ ആൾക്കാർ എല്ലാവരും തിരക്കിലാണ്. അവനാന്റെ വീഡിയോ കാണാൻ വരെ ആർക്കും ഒഴിവുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇട്ടേ ഞാൻ റിപ്പീറ്റ് അത് കാണില്ല, അല്ലെങ്കിൽ മറ്റുള്ളൊരു വീഡിയോ കാണാനുള്ള സമയം നമുക്ക് ആർക്കും കിട്ടലില്ല. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, കാരണം നമ്മളെല്ലാവരും യൂട്യൂബ് എന്നൊരു കമ്മ്യൂണിറ്റി കൊണ്ട് ഈ ഒരു ഒരുമിച്ച് കൂടലാണ്. നമ്മൾ കുടുംബമോ കാര്യം അങ്ങനെയൊന്നുമല്ല, യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ ഈ ഒരു ഉള്ള ആള് വെച്ചിട്ട് ഇപ്പൊ തല്ലുമാല ഗ്രൂപ്പിൽ ഏകദേശം 140 സംതിങ്ങോളം എത്ര ഉണ്ട് തോന്നുന്നുണ്ട്. അത് വെറുതെ ഞാനും തല്ലുമാലയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ്. കാരണം അവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. എല്ലാവരും യൂട്യൂബേഴ്സാണ്. അത്യാവശ്യം റീച്ച് ഉള്ളവരുണ്ട്, റീച്ച് ഇല്ലാത്തവരുണ്ട്, യൂട്യൂബ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ഉള്ള ആളെ വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ ഇന്നോ നാളെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണോ? സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടോ? ഡെയിലി വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. വളരെ ചുരുക്കം. കൂടുതലും യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ വീഡിയോ കൂടുതൽ ചെയ്യലാറ്? പ്രോപ്പർ അല്ല. അപ്പൊ ഞാൻ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യലുള്ളൂ. ഇൻസ്റ്റയിലായിക്കോട്ടെ ഒരു സമയത്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എപ്പോഴേലൊക്കെ ഞാനും ചെയ്യലുള്ളൂ. ഇപ്പൊ ഇതിൽ ഏകദേശം ഒരു 10K എബോ ഒക്കെ ഉള്ള ചാനലുള്ള എത്ര ആളുണ്ട്? 10K എബോ ഉള്ളവര്. മോണിറ്റേഷൻ ഒക്കെ എല്ലാവരും ഓൺ ആണോ? എല്ലാവരും ഓൺ ആണോ? റവന്യൂ കിട്ടി തുടങ്ങിയ ചാനലുകളുണ്ടോ? ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ മുന്നോട്ട് യൂട്യൂബ് കൊണ്ട് പോകാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരാണോ? അതോ ഇത് ജസ്റ്റ് ഒരു സൈഡ് മാത്രമാണ്, ഇത് ഇങ്ങനൊക്കെ മതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ത് സൈഡാണ്. ആദ്യം എനിക്ക് യൂട്യൂബ് അതായത് ഒരു ഉറുപ്പ് പോലും എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് തുടങ്ങിയ യൂട്യൂബാണ്. അൽഹംദുലില്ലാ 1,00,000 സംതിങ്ങോളം സബ്ബായി. അത്യാവശ്യം മാസം കുഴപ്പമില്ലാത്തൊരു റവന്യൂ വന്നിരുന്നു. പിന്നെ ആ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്തില്ല വരുന്നില്ല. അപ്പൊ നിങ്ങളിപ്പോ മുന്നോട്ട് ഇനി വീഡിയോ ചെയ്യണം, യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണം, എല്ലാരെയും പോലെ നിങ്ങളെയും നമ്മളെയൊക്കെ അറിയപ്പെടണം എന്നുള്ള ചിന്താഗതിയോടെ ഇരിക്കുന്ന ആൾക്കാരാണോ? നമ്മളൊരു മീറ്റപ്പ് എന്ന് വെച്ചാൽ വെറുതെ കാണുക, സംസാരിക്കുക, ഫുഡ് കഴിക്കുക, വെറുതെ ഒരു മൊമെന്റ് വാങ്ങി പോവുക എന്ന അതിലോട് എനിക്ക് യോജിപ്പില്ല അല്ലെ. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് എണ്ണയടിച്ച് ഇത്രയും ദൂരത്തുനിന്ന് വന്ന് വെറുതെ ഒന്ന് കണ്ട് സംസാരിച്ച് പോയാൽ നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉള്ള ആളെ വെച്ചിട്ട് ഇപ്പൊ ഒരു ലിസ്റ്റൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്, അസ്മത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് താല്പര്യം ആക്റ്റീവ് ഉള്ളവർ എന്ത് ചെയ്യും, ഇപ്പൊ താല്പര്യമുള്ളവർ മാത്രം അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആരെന്ത് വീഡിയോ ഇട്ടാലും ഒരു വീഡിയോ ഇപ്പൊ അടുപ്പിച്ചിട്ടുള്ള വീഡിയോസും ലിങ്കും ഒക്കെ പാടെ കൊടുന്നിടാന്നുള്ളതിലല്ല. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ കൊടുന്നിടാണ്, അല്ലെങ്കിൽ ഇപ്പോ ഷിബിൽ ഒരു വീഡിയോ അവൻ ഇന്നൊരു വീഡിയോ ഇട്ടു അത് കൊടുന്നിടാണ്. നമ്മൾ ആ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും പോയിട്ട് അതിന് ലൈക്കും കമന്റും അടിക്കുക.
അത് ഒരാളെ മാത്രമെന്നല്ല കേട്ടോ, പരസ്പരം എല്ലാവരുടെയും എന്തുണ്ടാവുക. അപ്പൊ ഒരു 40 കമന്റ്, കാരണം ഈ യൂട്യൂബിന്റെ ഇൻസ്റ്റന്റ് ഒക്കെ റെക്കമെൻഡ് പോകാന്ന് പറയുമ്പോൾ കമന്റുകൾ കയറുന്തോറുമാണ് റെക്കമെൻഡ് പോവാം. ഇൻസ്റ്റയിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഒരു 10 കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ആ കമന്റുകൾക്ക് റീപ്ലൈ കൊടുത്തതിനോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ വീഡിയോ ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ട് ഇരിക്കും കേട്ടോ. എന്തെങ്കിലും ഇപ്പോൾ ട്രെൻഡ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതും റീച്ചിലേക്ക് പോകും. നോർമലി നമ്മളൊരു റെഗുലർ ആയിട്ട് നമുക്കൊരു റീച്ച് കിട്ടണം, നമ്മുടെ ഫോളോവേഴ്സിനനുസരിച്ചിട്ട് ഒരു റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അതിന്റെ കമന്റും ലൈക്കും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അതിന്റെ അൽഗോരിതം വെച്ചിട്ടാണ് റെക്കമെൻഡ് ആയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ആ പുതിയ ഗ്രൂപ്പിൽ അതിൽ മറ്റുള്ള ചർച്ചകളൊന്നുമില്ല, നമ്മുടെ തമാശ പറച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഓൺ കണ്ടന്റുകൾ മാത്രം, വൃത്തിയുള്ള കണ്ടന്റ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ യൂട്യൂബ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എനിക്ക് ഇത്ര ഉണ്ട്, എന്തെങ്കിലും ചെയ്തിടാന്നുള്ളതിലല്ല, ഉള്ളത് വൃത്തിക്കുള്ള ഒരു വീഡിയോ ആണ്, കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്കൊക്കെ സപ്പോർട്ട് ഇല്ലാത്തതിന്റെ കുറവാണ് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ പരാജയം. അല്ലെങ്കിൽ എന്താ പറയാ, പരസ്പരം ഒരു ആരോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ ഗ്രൂപ്പ് ഇതുപോലത്തെ എന്താ പറയുക, ഗ്രൂപ്പ് പരമായിട്ടുള്ള ഇത് വരുമ്പോൾ മാത്രമാണ് പരസ്പരം ഞാൻ യൂട്യൂബർ ആണ്, ഞാൻ ഇൻസ്റ്റഗ്രാമർ ആണെന്ന് പരസ്പരം അറിയുന്നുള്ളൂ. അല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം അറിയുന്നില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്, നാളെയായിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആവുക. പരസ്പരം നിങ്ങൾ എന്ത് കണ്ടന്റ് ഇട്ടാലും, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ അത് പരസ്പരം എല്ലാവരും എന്ത് ചെയ്യാം, ഇടുക. ആരും പേഴ്സണലി പോയിട്ട് ഇതൊന്ന് സബ് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഇതൊന്ന് ഷെയർ, കാരണം അതെല്ലാവരും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. അത് നമ്മൾ ഒരു തവണ ഇപ്പോൾ ഞാനൊക്കെ, എനിക്ക് ഓർമ്മയുണ്ട് 1000 സബ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കൊല്ലം നടന്നിട്ടുണ്ട്. 1.5 കൊല്ലം ഞാൻ 1000 സബ് ആവും. കാരണം എൻ്റെ കോണ്ടാക്റ്റിൽ ഏകദേശം ഒരു 3-4 കൊല്ലം മുമ്പേ 700-800 കോണ്ടാക്റ്റ് മാത്രമാണ്. ഇന്നിപ്പോൾ ഏകദേശം 10,000-ന് മുകളിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അന്ന് പറയുമ്പോൾ 700 ഞാൻ ഡെയിലി ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് നമ്മുടെ ഓൾറെഡി ഓപ്പോസിറ്റ് ആളുകളുടെ സേവ് ആയ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മെസ്സേജുകൾ എത്തുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇങ്ങനെ 5 ആൾക്ക് വെച്ച് ഷെയർ ചെയ്തിട്ട് 1000. പിന്നെ നമ്മൾ പ്രോപ്പർലി കണ്ടന്റിലേക്ക് മാറിയപ്പോഴാണ്, അത് ഞാൻ ഫാമിലി ആയിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് റീച്ച് ആയിട്ടോ. ഞാൻ തുടങ്ങുന്നത് നോമ്പിന്റെ ഒരു സമയത്ത്, അത് ഓരോ സമയമായിട്ട് ഓരോരുത്തരുടെ സമയമാണ്. ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ അതിൽ എന്താണോ ആളുകൾക്ക് ഇഷ്ടപ്പെടിച്ചാൽ അതാണ് ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഇനി എന്തെന്നെ തലൊത്തി പറഞ്ഞിട്ട് എത്ര റിസ്ക് എടുത്തിട്ടും ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടും അതിന് എങ്ങനെ എത്താൻ 10 മിനിറ്റ് 20 മിനിറ്റ് എങ്ങനെ ഇട്ടാലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, റീച്ച് ആവണമെന്നില്ല. ഓരോരുത്തരുടെ ഭാഗ്യം കൂടിയാണ്. ഭാഗ്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമുക്ക് പറ്റുന്നിടത്തോളം ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഡെയിലി വീഡിയോ ചെയ്യാം. അത് ഇതിനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ 10 വീഡിയോ 15 വീഡിയോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഡെയിലി നിങ്ങൾക്ക് ഇതിന്നൊരു വരുമാനം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി വീഡിയോ ചെയ്യാന്നുള്ളത്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി തെളിവാൻ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാണ്ടാവില്ല ഓരോരുത്തർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, എങ്ങനെ ഏകദേശം അറിയില്ലേ, അറിയോ എങ്ങനെയാണ് യൂട്യൂബിന്റെ റവന്യൂ അറിയോ? കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അത് അറിഞ്ഞോളന്നില്ല. കാരണം ഇപ്പോൾ 1 ലക്ഷം വ്യൂ ആയിക്കാൻ മിനിമം 2000-2500 റുപ്യ മിനിമം. വാച്ച് അവറിന് കൂടുതലനുസരിച്ച് മിനിമം ഒരു 3 റുപ്യ അല്ലേ, അതിൽ കുറയിലില്ല, അതിൽ കൂടുതലുണ്ടാവുള്ളൂ 3 റുപ്യ ഏകദേശം. ഇപ്പം ഞാൻ കുറേ ആയി ഞാൻ വീഡിയോ 2-3 മാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച ഞാനത് 1000 പടങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ജസ്റ്റ് വെറുതെ അത് എന്താണെന്ന് വെച്ചാൽ അത് തംബ്ലൈനാണ്. നമ്മൾ ആളുകളുടെ നമ്മളിതിലേക്ക് വരുത്താനുള്ള നെഗറ്റീവ് തംബ്ലൈൻ കൊടുത്തിട്ട് പോസിറ്റീവ് ആക്കിയിട്ട് ആൾക്കാരെ വിടാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് വെറും 7 ദിവസം കൊണ്ട് എനിക്ക് 14,000 റുപ്യ എന്ത് ചെയ്തു, വെറുതെ കയറി. ഞാൻ എനിക്ക് തെളിയാൻ കാണിച്ചാലോ, വെറും 7 ദിവസം കൊണ്ട് 14,000 റുപ്യ. കാരണം വെറുതെ ഇട്ടല്ലേ, കാരണം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ കിട്ടുക 1000 റുപ്യാണ് സാധാരണ ഒരാൾക്ക് കിട്ടുക. നമുക്കൊക്കെ വെച്ചാൽ കഴിവുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ആഷിക്ക് എന്താ പറയുള്ളത്, ആഷിക്കിന് കൊടുക്കാൻ ബാക്കി പിന്നെ നമുക്ക് എന്താ 2 പ്ലാറ്റ്ഫോം. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷേ ഫേസ്ബുക്ക് അധികം ആരും യൂസ് ചെയ്യുന്നില്ല. കാരണം യൂട്യൂബിനേക്കാളും റവന്യൂ ഓൾറെഡി കൂടുതലാണ്. പക്ഷെ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാന മാർഗ്ഗമാണ്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലാണ് നമ്മുടെ പേര്, നമ്മുടെ അൻവർ ഷാൻ എന്നാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു ലോഗോ, നമ്മളെ വൃത്തിക്ക് നല്ലൊരു ഫോട്ടോ, അത് ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ അതൊരു ഹൈലൈറ്റ് ആണ്. അത് നിങ്ങൾ മാറ്റരുത്. അതൊരു കൊല്ലം എത്രത്തോളം അതൊരു ഐഡന്റിറ്റിയാണ്. ആ ഒരു ലോഗോ എവിടെ കണ്ടാലും നമുക്ക് ഇന്ന ആളെ ചാനലാണ് നമുക്കൊരു ഐഡന്റിറ്റി. അതുപോലെ ചാനലിന് ബാനർ കൊടുക്കാം. അപ്പൊ എന്റെ അൻവർ ഷാൻ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
കാരണം ബാനർ നല്ല വൃത്തിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ പ്രൊഫൈലും മാച്ച് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ കയറി നോക്കുമ്പോൾ ഞാൻ അതിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും ചാനൽ കാണുന്നതിന് 10K ആയിക്കോട്ടെ 20K ആയിക്കോട്ടെ ഇനി 2K 3K ആയിക്കോട്ടെ ആ ചാനൽ കാണുമ്പോൾ ഒരു വൃത്തിയാണ്. ഫസ്റ്റ് നിങ്ങളിപ്പോ ഇവരൊക്കെ ചാനൽ ചിലതൊക്കെ ഞാൻ നോക്കലുണ്ട്. ചില സമയത്തൊക്കെ ബാനർ ഉണ്ടാവൂല, തംബ്നെയിലൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ആയിക്കാരം, പേരൊരു പ്രോപ്പർ ആവൂല അല്ലേ. ഫസ്റ്റ് ഒരു ചാനലിൽ നമ്മളൊരു പേര് വേണം. ഫസ്റ്റ് ഒരു പേര് എന്താണോ, ഞാൻ എന്റെ പേര് അൻവർഷാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പേര്, ഇപ്പോ നിങ്ങളെ പേരെന്താ അല്ല പേര് മുബഷിറ എന്നല്ല ചാനലിന്റെ പേര്, കുട്ടിക്കുറുമ്പൻസ് എന്നാണ്. അത് രസമാണ്. ഒരു ചാനലിന്റെ നെയിം അങ്ങനെ അറിയുള്ളൂ. ഇപ്പൊ അവരെ പേര് സത്യം പറഞ്ഞ എനിക്ക് പേരറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു പേരറിയില്ല എന്നുള്ളത്. കുട്ടിക്കുറുമ്പൻസ് അത് എവിടെ എന്നെ ആള് നമുക്ക് ഐഡന്റിറ്റി ആയി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെറും യൂട്യൂബിൽ ഒരു പണിയില്ല വീഡിയോ ചെയ്യാൻ, വെറും 8 മിനിറ്റ്, അതിൽ കൂടും വേണ്ട കുറയും വേണ്ട. എന്താ ചെയ്യുക, അതെന്താ ചെയ്യുന്നത്? 8 മിനിറ്റ് ആക്കേണ്ട ചെറിയൊരു ഞാൻ ചെയ്യുന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഫോൺ എടുക്കുക. ഹായ് അസ്സലാമു അലൈക്കും, അൻവർഷാനുമാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഉദാഹരണം നമ്മളിവിടെ വന്നു, നമ്മൾ പറയണേ ഇന്ന് ഒരു മീറ്റപ്പ് ഉണ്ട്, തല്ലുമാല ഗ്രൂപ്പിന്റെ മീറ്റപ്പാണ്. അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമ്മളെ ഫേസ് കാണിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഇതിൽ കുറെ ആൾക്കാർ കയ്യും വളയും കൈയൊക്കെ കാണില്ലേ ചിലരൊക്കെ അല്ലേ. ഇപ്പൊ മറ്റേ നിങ്ങളെ പേരെന്താ? അല്ല അല്ല മൂപ്പര് ഡെയിലി അല്ല, ഞാൻ തന്നെ അറിയോ, കാരണം ഇവിടുത്തെ നമ്മളെക്കാട്ടിലൊക്കെ കൂടുതൽ ഡെയിലി വീഡിയോ ചെയ്യുന്ന ഒരാളും മുപ്പത്തേക്കാരും ഡെയിലി വീഡിയോ ഇല്ല. ഡെയിലി ചെയ്യുന്നവർ വേറെ ആരും ഇവിടെ ഇല്ലാതെ തോന്നുന്നു ഉണ്ടോ? അല്ല ഞാൻ ശ്രദ്ധിക്കുന്നോണ്ടാണ് ഡെയിലി, കാരണം നമ്മള് ഡെയിലി എന്തെങ്കിലും ചെയ്യാന്നുള്ളതിലല്ല ചെയ്യുന്നത്. എന്തുവാണെന്നറിയോ, വൃത്തി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻട്രോ നമ്മളെ പൈസ തന്നെ കാണിക്കുക. എന്തായാലും നമ്മൾ നമുക്ക് ഇറങ്ങി ഇനി പൈസ കാണിക്കാൻ വേണ്ടിയുള്ളവർക്ക് പിന്നെ യാതൊരു രക്ഷയില്ല. പൈസ കാണിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരിക്കലും ചെയ്യും. അപ്പൊ അത് ഓൾറെഡി റെക്കമെൻഡിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എന്ത് ചെയ്യാം, എന്താ പറയാ ഇൻട്രോ പറയാം. ബാക്കി ഒരു 5 മിനിറ്റ് അല്ലെ, 5 മണി 4 മിനിറ്റ് മാത്രം വീഡിയോ. 4 മിനിറ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത 4 മിനിറ്റ് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തി കഴിഞ്ഞ് പിന്നെ ഫോൺ ഏതോ ആയിക്കോട്ടെ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്ത് വേറെ ഒന്നും അലമ്പും കാര്യങ്ങളും. ചിലരൊക്കെ എങ്ങനെ പോടെ വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. യൂട്യൂബിലെ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് വരും. ചിലതൊക്കെ നമ്മൾ ഫ്രീയുള്ള സമയത്ത് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പത്തെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. കാരണം ഒന്നും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒരു 4 മിനിറ്റ് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് എന്താണോ നമ്മൾ എടുക്കുന്നത് അത് പ്ലാൻ ചെയ്യാൻ മൈൻഡിൽ പ്ലാൻ കറക്റ്റ് വൃത്തിക്ക് എടുക്കുക. പിന്നെ 2 മിനിറ്റ് എൻഡിങ്. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് ഫസ്റ്റിലും പറയാം ലാസ്റ്റിലും പറയാം. നമ്മൾ സംസാരിച്ച് വന്നാൽ നമുക്ക് 2 മിനിറ്റ് 8 മിനിറ്റ് ആകുമ്പോൾ ഒരു പണിയില്ല. 8 മിനിറ്റ് കണക്കാക്കി ഫസ്റ്റ് ഇൻട്രോ, പിന്നെ കണ്ടന്റ്, ലാസ്റ്റ് എൻഡിങ് വീഡിയോ ആയിട്ട് നല്ലൊരു തംബ്നെയിലും കൊടുക്കുക. തംബ്നെയിൽ നിങ്ങൾ ജസ്റ്റ് എന്താണോ ഒരു 3 കോളേജ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു അക്ഷരത്തിൽ നല്ല അടിപൊളി തംബ്നെയിൽ ഉണ്ടാക്കുന്ന കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. മൂപ്പർക്ക് ഇനി 100 കൊടുക്കണ്ട, ഒരു 50 കൊടുത്തായി. സെക്കൻഡാണ് ഒരു അല്ല ഇനി നിങ്ങൾക്ക് ചിലർക്ക് സമയം എടുക്കും. ഞാൻ അങ്ങനെ കൊടുക്കലാണ്, ചെയ്യണമെങ്കിൽ ചെയ്യാൻ നോക്കാം. ഈ തംബ്നെയിൽ ഉണ്ടാക്കാൻ അത് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. ഗ്രൂപ്പിൽ വേണമെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മറ്റുള്ള കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തരാം. അപ്പൊ ജസ്റ്റ് ഒരു 50 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്താണ് അതേപോലെ തമ്മിൽ ഉണ്ടാക്കി തരും. അപ്പൊ ഇനി കൂടുതൽ വർത്തമാനം സംസാരിക്കുന്നില്ല, ഓരോരുത്തരും വിളിക്കുകയാണ്. അങ്ങനെ ഏതായാലും മച്ചാമ്മ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ ഉണ്ടോ, ഞാൻ അടുത്ത് നമ്മൾ ഫുൾ വ്ളോഗുമായി നമ്മൾ അടുത്ത് വരും. പിന്നെ നമ്മൾ മിനി വ്ളോഗൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ. അതൊക്കെ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.